കാസർഗോഡ് കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണത്തിന് 8-അംഗ സംഘം നേതൃത്വം നൽകും. അതേസമയം സൊസൈറ്റി സെക്രട്ടറിയായ പ്രതി രതീശൻ ഗോവയിലേക്ക് കടന്നതായാണ് സൂചന. സംഭവത്തിൽ സഹകരണ വകുപ്പും റിപ്പോർട്ട് തേടി. Totomal, biggest showroom for kitchen, home appliances and toys. Totomal, Nayamarmula, Kasaragod. CPM നിയന്ത്രണത്തിലുള്ള കാറടുക്ക കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പ് കേസ് കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ആദൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സഞ്ജയ്, മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ അരുൺ എന്നിവരും ഈ 8-അംഗ അന്വേഷണ സംഘത്തിലുണ്ട്. കർമ്മന്തോടി ബാളക്കണ്ടം സ്വദേശിയും കേസിലെ പ്രതിയുമായ സൊസൈറ്റി സെക്രട്ടറി രതീശൻ ഗോവയിലേക്ക് മുങ്ങിയതായാണ് പോലീസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിക്കായി അന്വേഷണം. ഇതിനിടെയാണ് ഇയാൾ ഇവിടെ നിന്നും മുങ്ങിയത്. സഹകരണ വകുപ്പും സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരം തട്ടിപ്പിനെ സംബന്ധിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് നിർദ്ദേശം. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ പ്രാഥമികാന്വേഷണത്തിൽ 34ഓളം വ്യാജ സ്വർണ്ണ പണയ ലോണുകൾ നൽകിയതായി കണ്ടെത്തി. ക്യാഷ് ക്രെഡിറ്റിലൂടെ 1.9 കോടി രൂപ പിൻവലിച്ച് കൈക്കലാക്കിയിട്ടുണ്ട്. 4.75 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടറി മാത്രമാണ് ഉത്തരവാദി എന്നാണ് നിഗമനം. ആവശ്യമെങ്കിൽ മറ്റ് ബാങ്കിൻ്റെ മറ്റ് ശാഖകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുവാനാണ് സഹകരണ വകുപ്പിൻ്റെ തീരുമാനം. അതേസമയം പ്രതി രതീശൻ തട്ടിയെടുത്ത 4.76 കോടി രൂപയിൽ നിന്നും 1 കോടിയോളം രൂപ ബംഗളൂരുവിലേക്ക് കടത്തിയതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. 60 ലക്ഷം, 40 ലക്ഷം എന്നിങ്ങനെ 2 തവണയായാണ് പണം അയച്ചത്. സത്താർ എന്നു പേരുള്ള ഒരാൾക്കാണ് പണം ലഭിച്ചത്. ഇയാൾ ആരാണെന്നോ രതീശനുമായി എന്ത് ബന്ധമാണ് ഇയാൾക്കുള്ളതെന്നോ വ്യക്തമല്ല. ഇയാളെ തിരിച്ചറിയുവാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. രതീശന് ബംഗളൂരുവിൽ 2 ഫ്ളാറ്റുകളുള്ളതായി സൂചനയുണ്ട്. ഇതേക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.